ദർബഡം ബീച്ച് കാർണിവൽ നടക്കുന്നുണ്ട്. മെയ് 10 വരെയേ ഉള്ളൂ. മുതിർന്നവർക്ക് എൻട്രി ഫീ 20 രൂപയേ ഉള്ളൂ. ഞാൻ ബ്രണ്ണൻ കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ സ്ട്രൈക്കൊക്കെ ഉണ്ടാകുമ്പോൾ അധികം ഇവിടെ വരാറുണ്ടായിരുന്നു. ആ ഒരു ടൈം ഇവിടെ പാർക്കൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ലേ. ഇവിടെ ഓരോ സെക്ഷനിൽ കയറാൻ വേണ്ടി വേറെ വേറെ പൈസയാണ്. ഈ ഒരു സെക്ഷനിൽ കയറിയപ്പോഴും ഇഷ്ടം പോലെ കളി സാധനങ്ങൾ. ഋതുവിനൊക്കെ ഏതെടുത്ത് കളിക്കണമെന്നാണ്. ഋതു ബോളിൻ കൂമ്പാരത്തിൽ കിടന്നു കളിക്കുവാണ്. ഋതുവിന് ഊഞ്ഞാലാടാൻ ഭയങ്കര ഇഷ്ടമാണ്. അവന് പറ്റിയ ഊഞ്ഞാൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പിള്ളേർ ഓരോ കളി സാധനങ്ങൾ മാറി മാറി എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അച്ഛനും മോളും കൂടെ ക്രിക്കറ്റ് കളിക്കുവാണ്. ഋതുവിന് വണ്ടി ഭയങ്കര ക്രേസാണ്. അവൻ വണ്ടികൾ മാറി മാറി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കളിക്കാനും ആക്ടിവിറ്റീസ് ചെയ്യാനുമായിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിള്ളേർക്ക് നല്ല രസമായിട്ടുണ്ടായിരുന്നു. പ്രവാസിയുടെ ഭാര്യയായ നമ്മൾക്ക് 1-2 മാസങ്ങളിൽ കിട്ടുന്ന ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അവരെ കാത്തിരിക്കുന്ന ദിനങ്ങളിൽ ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നായിരിക്കും. നമ്മളൊരു ഉച്ച സമയത്തായിരുന്നു ഇറങ്ങിയത്. അപ്പോഴേ ഇവിടെ നല്ല വെയിലായതുകൊണ്ട് പുറത്തേക്ക് അങ്ങ് ഇറങ്ങിയില്ല. പിന്നെ പിള്ളേർ ഇതിനുള്ളിൽ കയറിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കളിയും. പിള്ളേർ നോക്കാനും കൂടെ കളിക്കാനും അച്ഛൻ കൂടി ആയപ്പോഴേ ഞാനൊന്ന് ഫ്രീ ആയതുപോലെ തോന്നി. ഞാൻ ഇവരുടെ കളികളൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. വെയിൽ പോയപ്പോൾ നമ്മൾ പുറത്തേക്ക് അങ്ങ് ഇറങ്ങി. ഇവിടെ പുഴയും കടലും കൂടിച്ചേരുന്ന സ്ഥലമാണ്. കൂടാതെ തൊട്ടപ്പുറം തന്നെ തുരുത്തുമുണ്ട്. വെയിലിറക്ക സമയത്ത് കടലിലൂടെ തുരുത്തിലേക്ക് പോവാറുണ്ടത്രേ. ഇന്ന് നല്ല വെയിലിട്ടായിരുന്നു. അച്ഛൻ വന്നപ്പോൾ പിള്ളേർക്ക് അച്ഛനെയേ വേണ്ടു. കാറ്റാടി മരത്തിൻ്റെ കായ് എടുത്ത് കയ്യിൽ ഒളിപ്പിച്ച് വെച്ച് മറ്റുള്ളവർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കാറുണ്ടോ നിങ്ങൾ? അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ലൈഡ് പോലുള്ള വേറെയും കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഒന്ന് കയറി. അതിനിടയിൽ റിജുവായിട്ടൊരു ഞെണ്ടിൻ കുട്ടിയെ കയ്യിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. ഋദ്ധിക്ക് അതിനെ കാണിച്ചു കൊടുക്കുകയാണ്. അവൾക്കാണെങ്കിൽ പേടിയും. ഋദ്ധിക്ക് ഈ ട്രെയിനിൽ കയറണമെന്ന് കുറേ സമയമായിട്ട് പറയാ. അതിനിടയിൽ എന്നെ പഠിപ്പിച്ചൊരു ടീച്ചറെ അവിടെ വെച്ച് കണ്ടു. ഓർണമെൻറ്റ്സും അച്ചാറും ഒക്കെ ഇവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അമ്യൂസ്മെൻറ്റ് റൈഡുകളുണ്ടായിരുന്നു. റിജുവാട്ടൻ അട്ടിക്ക് വെച്ച ഗ്ലാസ് മൊത്തം വീഴ്ത്തി 200 രൂപ കീശയിലാക്കാനുള്ള പരിപാടിയാണ്. ഒരു കളിയിൽ 3 പ്രാവശ്യം അവസരമുണ്ട്. ലാസ്റ്റ് 100 രൂപ പോയി കിട്ടി. അവിടെ നിന്ന് പിന്നെ ഒരു ചായയും കടിയും അങ്ങോട്ട് കഴിച്ചു. എനിക്ക് കോഴിക്കാല് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ കിഴങ്ങ് ഒരു അടിപൊളിയാണ്. മോൻ ഓരോ സാധനത്തിലും കയറിയിട്ട് അച്ഛൻ്റെ കീശ കാലിയാക്കുന്നുണ്ട്. എന്താ ഗാനമേള ഉണ്ടായിരുന്നു. പക്ഷെ ലേറ്റായിട്ടാണ് തുടങ്ങിയതെന്ന് തോന്നുന്നു. നമ്മൾ വരുമ്പോൾ തന്നെ 7 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോഴും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മഴയായിട്ട് 2 ദിവസമായിട്ട് പരിപാടി നടന്നില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായി.